പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വരുന്ന ഏപ്രിൽ മാസം കേരളത്തിലൊരു അതിനിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് നേതൃത്വം കൊടുക്കാൻ പോകുന്നത് ശ്രീമാൻ പിണറായി വിജയനാണ് എന്നത് ഇതിനകം തന്നെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. നമുക്കറിയാം, ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് 75 വയസ്സ് കഴിഞ്ഞവർ പാർട്ടിയിൽ ഒരു സ്ഥാനങ്ങളിലേക്കും വരാൻ പാടില്ല എന്നുള്ള തീരുമാനം ഉണ്ടായത്. അതിനെ തുടർന്ന് നമുക്കറിയാം ആരൊക്കെയാണ് പുറത്തു പോകുന്നത്. എ കെ ബാലൻ, ജി സുധാകരൻ, അതുപോലുള്ളവരൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് മാറേണ്ടി വന്നു. എസ് രാമചന്ദ്രൻ പിള്ള, ഒരുപാട് പേരുണ്ട്. അതിൻ്റെ പേരിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. എന്നാൽ പിണറായി വിജയന് അതിലൊരു ഇളവ് കൊടുത്ത് അയാളെ നിർത്തിയിരിക്കുകയാണ്. അയാൾക്ക് 80 വയസ്സ് 81 വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് പിണറായി വിജയൻ തോൽക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയനെ തോൽപ്പിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, CPM എന്ന് പറഞ്ഞൊരു പാർട്ടി, ആ പാർട്ടി കേരളത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടിയാണ്. തോറ്റാലും ജയിച്ചാലും കേരളത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 1964 രൂപീകരിച്ച ആ പാർട്ടിയിൽ ഇന്ന് 5 ലക്ഷത്തിലധികം പാർട്ടി മെമ്പർമാരുണ്ട്. ഏതാണ്ട് 35,000-ലധികം പാർട്ടി ബ്രാഞ്ചുകളുണ്ട്. തൂണിലും തുരുമ്പിലുമുണ്ട് ആ പാർട്ടി. ആദിവാസി കോളനികൾ നോക്കിയാൽ ആ പാർട്ടിയെ കാണാം. ഘോര വനാന്തരങ്ങളിൽ ചെന്നാൽ പോലും പാർട്ടിയെ കാണാം. ജയിലിൽ പാർട്ടിയുണ്ട്, കോടതികളിൽ പാർട്ടിയുണ്ട്, സ്കൂളിലുണ്ട്, കോളേജുകളിലുണ്ട്, എല്ലായിടത്തും ആ പാർട്ടിയുണ്ട്, തോറ്റാലും ജയിച്ചാലും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു പാർട്ടിയാണ് ആ പാർട്ടി. ആ പാർട്ടിയിൽ നൂറുകണക്കിന് നേതാക്കന്മാരുണ്ട്. നൂറുകണക്കിന് നേതാക്കന്മാർ മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ നോക്കിയാൽ. ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ ഏതാണ്ട് 10-90 ആളുകളുണ്ട്. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എന്തോ 2 ഡസനോളം ആളുകൾ ഉണ്ട്. കഴിവും പ്രാപ്തിയുമുള്ള ഡസൻ കണക്കിന് ആളുകൾ ആ പാർട്ടിക്ക് സംസ്ഥാന തലത്തിൽ തന്നെ നേതാക്കന്മാരായിട്ടുണ്ട്. അതിൻ്റെയൊന്നും പേരൊന്നും ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട കാര്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അവരാരൊക്കെയാണ്. സുഹൃത്തുക്കളെ, ആ നേതാക്കന്മാരെല്ലാം നമ്മൾ എടുത്തു നോക്കിയാൽ പിണറായി വിജയനേക്കാൾ ഭരണമികവും കഴിവും സംഘടനാ പാഠവുമുള്ള ഒരു 3-4 ഡസൻ ആളുകളെങ്കിലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, പേരുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പേരുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയനുള്ള ഗുണങ്ങൾ എന്താ? സംഘടനാ പാഠമുണ്ടോ? എനിക്കറിയില്ല. പിന്നെ CPM-കാർ പോലും വലിയ സംഘടനാ പാഠമുള്ള ഒരാളാണ് പിണറായി വിജയൻ എന്നൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇനി ഭരണ മികവുണ്ടോ? എന്ത് ഭരണ മികവാണ് പിണറായി വിജയൻ്റെ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞത്? 2016 VS അച്യുതാനന്ദനെ കാണിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. 2021 കോവിഡും കിറ്റും പെൻഷനും കാണിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഇതല്ലാതെ എന്ത് സംഘടനാ മികവാണ് അദ്ദേഹത്തിനുള്ളത്? 18 വർഷക്കാലം 4 ടേം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നു. പാർട്ടി തകർന്ന് അടിയുകയല്ലേ ആ കാലഘട്ടത്തിൽ ചെയ്തത്? 2006 മുതൽ ലാവലിംഗ് കേസിൽ പ്രതിയായിരുന്നില്ലേ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ? അതിനുശേഷം സ്വർണ്ണ കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, എത്ര 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 അഴിമതി ആരോപണങ്ങളാണ് ഇയാളെക്കുറിച്ചിട്ട് നമ്മൾ കേട്ടതുകൊണ്ട്. എന്ത് ഭരണ പാരമ്പര്യമാണ്, ഭരണ നിപുണതയാണ് ഇയാൾക്കുള്ളത്? അയാളൊരു കമ്മ്യൂണിക്കേറ്ററാണോ? എനിക്കറിയില്ല. അങ്ങനെയൊന്നും ആരും കമ്മ്യൂണിസ്റ്റ് CPM-കാർ തന്നെ അയാളെക്കുറിച്ച് പറയും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഭരണമികവും ഇല്ലാത്ത, ഒരു സംഘടനാ പാഠവും ഇല്ലാത്ത, ഏതാണ്ട് 80 വയസ്സ് കഴിഞ്ഞ ഈ മനുഷ്യൻ എന്തിനാണ് അടുത്ത തവണ ജയിക്കുന്നത് എന്നത് എനിക്കതിനെക്കുറിച്ച് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വിക്കിപീഡിയയിൽ ഞാനെടുത്ത് നോക്കുകയാണ്. അത് പ്രകാരം വിക്കിപീഡിയ പറയുന്ന പ്രകാരം അയാൾക്ക് 80 വയസ്സുണ്ട് പിണറായി വിജയൻ. അതായത് 1945 മെയ് മാസം 24-ാം തീയതിയാണ് അദ്ദേഹം ഭൂജാതനാവുന്നത്. അദ്ദേഹം മാരോളി കോരൻ്റെയും ആലക്കാട് കല്യാണിയുടെയും 14 മക്കളിൽ ഒരാളായിരുന്നു. ആ 14 മക്കളിൽ 3 പേർ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം മരിച്ചുപോയി. അതിലൊരാളായിരുന്നു പിണറായി വിജയൻ. 1945 അദ്ദേഹം ജനിച്ചു. 1964 ആണ് അദ്ദേഹം പാർട്ടിയിൽ അംഗമാകുന്നത്. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലെ KSF-ൻ്റെ, അതായത് SFIക്ക് മുമ്പുണ്ടായിരുന്ന കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി, അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായി.
972 അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി. 972. 978 അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമായി. 988 അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായി. 996 അന്ന് നയനാർ സർക്കാരിൽ അദ്ദേഹം ഊർജ്ജ വകുപ്പ് മന്ത്രിയായി. 996 മുതൽ 98 വരെ അവിടെ തുടർന്നു. 98 ചടയം ഗോവിന്ദൻ ആയിരുന്നു പാർട്ടി സെക്രട്ടറി. അദ്ദേഹം അർബുദബാധിതനായി മരിച്ചപ്പോൾ വി എസ് അച്യുതാനന്ദനാണ് പിണറായി വിജയനെ കൈപിടിച്ച് പാർട്ടി സെക്രട്ടറി ആക്കി ചെയ്തത്. അതായത് വി എസ് അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ കാലത്തിനിടയിൽ 70 വർഷത്തിനിടയിൽ കൂടുതലുള്ള രാഷ്ട്രീയ കാലത്തിനിടയിൽ വി എസ് അച്യുതാനന്ദൻ ചെയ്ത ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു തീരുമാനം. 998 പിണറായി വിജയനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാക്കി. അതിനുശേഷം 4 ടേമിൽ ഏതാണ്ട് ഒരു 16-17 വർഷക്കാലം പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നു. 2016 മുഖ്യമന്ത്രിയായി. 2016 മുഖ്യമന്ത്രിയായി. 2021 മുഖ്യമന്ത്രിയായി. അപ്പോൾ പാർട്ടിയിൽ അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങളെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ. സംസ്ഥാന പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, 2002 പോളിറ്റ് ബ്യൂറോ അംഗമായി. 2002 മുതൽ ഇപ്പോൾ 2026 വരെ പോളിറ്റ് ബ്യൂറോയിലും തുടർന്നു. അപ്പോൾ ഇത്രയും സ്ഥാനങ്ങൾ പാർട്ടിയിൽ പിണറായി വിജയൻ വഹിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ 4 ടേം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വേറൊരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇനി പാർലമെൻ്ററി രംഗത്തേക്ക് വന്നാലോ, 6 തവണ MLA ആയിരുന്നു. 970, 977, 991, 996, 2016, 2021. ആ 96 2016 തമ്മിലുള്ള ആ ഗ്യാപ്പിൽ 4 തവണ സ്റ്റേറ്റ് സെക്രട്ടറിയായി. 3 തവണ കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചു. പിന്നൊന്ന് പയ്യന്നൂരിൽ നിന്ന് ജയിച്ചു. പിന്നെ 2 പ്രാവശ്യം ധർമ്മടത്ത്. ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയി 25 വയസ്സിലാണ് കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചത്. ഭൂരിപക്ഷം ആദ്യം മത്സരിക്കുമ്പോൾ 743 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ധർമ്മടത്തും ജയിച്ചത് 50,123 വോട്ടുകൾക്കാണ്. അപ്പോൾ പാർട്ടിയിലെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, സംസ്ഥാന സെക്രട്ടറി, 4 ടേം സംസ്ഥാന സെക്രട്ടറി, 2002 മുതൽ പോളിറ്റ് ബ്യൂറോ അംഗം. പാർലമെൻ്ററി രംഗത്ത് 6 തവണ MLA. അതിനുശേഷം 2 ടേം മുഖ്യമന്ത്രി. അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് സുഹൃത്തുക്കളെ ഈ CPM-നകത്ത് വീണ്ടും മത്സരിക്കേണ്ട കാര്യം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പിണറായി വിജയനെ പോലെ ഇത്രയും പാർട്ടിയിൽ സ്ഥാനം വഹിക്കുകയും പിണറായി വിജയനെ പോലെ ഇത്രയും പാർലമെൻ്ററി രംഗത്ത് സ്ഥാനം വഹിക്കുകയും ചെയ്ത വേറൊരു സംസ്ഥാന നേതാവ് ഈ പാർട്ടിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 4 ടേം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്ന വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 2002 മുതൽ 10-24 വർഷക്കാലമായി പോളിറ്റ് ബ്യൂറോയിൽ ഇരുന്ന വേറെ ഏതെങ്കിലും നേതാവ് ഇവിടെ ഉണ്ടോ? 2 ടേം മുഖ്യമന്ത്രിയായിരുന്ന വേറെ ഏതെങ്കിലും നേതാവ് ഇവിടെ ഉണ്ടോ? 6 തവണ MLA ആയിരുന്ന ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ VS അച്യുതാനന്ദൻ കണ്ടേ. അങ്ങനെയുള്ള ഒരാൾ ഈ 80 വയസ്സിന് ശേഷവും വീണ്ടും മത്സരിക്കുന്നതിൻ്റെ യുക്തി എന്താ സുഹൃത്തുക്കളെ? CPM പോലൊരു തൊഴിലാളി വർഗ പാർട്ടിയിൽ, ആ പാർട്ടിയിൽ കഴിവുള്ള നേതാക്കന്മാർ വേറെ ഇല്ലാഞ്ഞിട്ടാണ്. എത്രയോ നേതാക്കന്മാർ കഴിവുള്ളവരുണ്ട്. അവരുടെ ഒന്നും പേരിലേക്കാൻ പോയ വീഡിയോ പറഞ്ഞ് തീരില്ല എന്നുള്ളതുകൊണ്ട് ഞാനതിലേക്ക് പോകും. ഇനി കേരളത്തിൽ 50% സ്ത്രീകളല്ലേ? സ്ത്രീകൾക്ക് 50% റിസർവേഷൻ തദ്ദേശ സ്വയംഭരണ രംഗത്ത് കൊണ്ടുവന്നു CPM അല്ലേ? ഏതെങ്കിലും ഒരു സ്ത്രീ കേരളത്തിൽ CPM-ൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടുണ്ടോ? 987 ഗൗരിയമ്മയെ കാണിച്ച് കേരന്തെങ്കിലും കേരള നാട്ടിൽ KR ഗൗരി മുഖ്യമന്ത്രി എന്നും പറഞ്ഞ് ജയിച്ചു കഴിഞ്ഞ് അവരെ ചവിട്ടി പുറത്താക്കി. ഒരു ജില്ലാ സെക്രട്ടറി പോലും സ്ത്രീ ഉണ്ടോ? ആകെ ഏരിയ സെക്രട്ടറിമാർ തന്നെ 1-2 പേരെ ഉള്ളെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കി പ്രഖ്യാപിച്ചിട്ട് ഇയാൾക്ക് മാറി നിന്ന് കൂടായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഇയാൾ യഥാർത്ഥത്തിൽ സെനയിലായില്ലേ? ഇയാൾ രോഗബാധിതനല്ലേ? ഇയാൾ 80 വയസ്സ് കഴിഞ്ഞില്ലേ? ഇയാൾ 2 ടേം മുഖ്യമന്ത്രിയായില്ലേ? 2 ടേം. ഇനിയിപ്പോൾ 3-ാമത്തെ ടേം മുഖ്യമന്ത്രിയാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള എന്ത് സ്വഭാവത്തിലുള്ള ഗുണമാണ് ഇയാൾക്കുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഭരണ നൈപുണ്യം ഉണ്ടെന്ന് CPM-കാർ പോലും പറയുന്നു എനിക്ക് തോന്നുന്നില്ല. നേതൃപാടവം CPM-കാർ പോലും പറയുന്നു എനിക്ക് തോന്നുന്നില്ല. ഭാഷ മലയാളം കെട്ടിച്ച് പറയുന്നത് അത് ഇംഗ്ലീഷിൻ്റെ 7 അയലൊക്കത്ത് നിൽക്കുമോ വല്ലതും അറിയാമോ? എന്തെങ്കിലും ഉണ്ടോ? ഇനി എത്രയോ മോശം ക്വാളിറ്റികളുള്ള മനുഷ്യനാണ് ഇയാൾക്ക് മര്യാദയ്ക്ക് ജനങ്ങളോട് പെരുമാറാൻ അറിയാമോ?
ഇയാളൊരു കടുത്ത ഏകാധിപതിയും മുൻകോപിയുമല്ലേ? ഇയാൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ നമ്മളൊന്ന് ഓർത്ത് നോക്കി. കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ടി പി ചന്ദ്രശേഖരൻ്റെ മുഖത്ത് 51 വെട്ടി കൊന്നപ്പം ഇയാൾ പറഞ്ഞെന്താണ്? കുലംകുത്തി എന്നല്ലേ പറഞ്ഞത്? കുലംകുത്തി ഒന്ന് ആലോചിച്ച് നോക്ക്. കുലംകുത്തി. ഒരു മനുഷ്യനെ 51 വെട്ടി കൊന്നിട്ട് പറയുക കുലംകുത്തി. എൻ വിജയൻ മാഷ് CPM-ൻ്റെ ഏറ്റവും വലിയ താത്വികാചാരനായിരുന്നു. ആ മനുഷ്യൻ ഒരു പത്രസമ്മേളനം നടക്കുമ്പോഴാണ് പുറകോട്ട് ചാഞ്ഞു വീണ് മരിച്ചത്. ആ മനുഷ്യൻ മരിച്ചതിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മനോവ്യഥയിലിരിക്കുമ്പോൾ അയാൾ വെറും ഒരു കോളേജ് അധ്യാപകനായിരുന്നില്ലേ എന്ന് പറഞ്ഞ ആളല്ലേ ഇയാൾ? വയനാട്ടിലെ സർവാദരണീയനായിട്ടുള്ള ഒരു ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് പറഞ്ഞ ആളല്ലേ ഇയാൾ? കൊല്ലത്ത് നിന്ന് എത്രയോ തവണ ജയിച്ച NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിക്കുകയും പിന്നീട് അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ താനതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്ത ആളല്ലേ ഇയാൾ? കേരളത്തിലൊരു പത്രമാധ്യമത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തനം എഡോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച ആളല്ലേ ഇയാൾ? കടക്ക് പുറത്ത് എന്ന് പത്രപ്രവർത്തകരോട് പറഞ്ഞ ആളല്ലേ ഇയാൾ? കഴിഞ്ഞ 10 വർഷക്കാലമായി ആഴ്ചയിൽ ഒരിക്കലുണ്ടായിരുന്ന പത്രസമ്മേളനങ്ങൾ പോലും അവസാനിപ്പിച്ച ഏകാധിപതിയല്ലേ ഇയാൾ? നവകേരള സദസ്സ് പോകുമ്പോൾ പാവപ്പെട്ട കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ വന്ന് പ്രകടനം നടത്തിയപ്പം അവരുടെ തലയടിച്ച് പൊട്ടിച്ച DYFI പ്രവർത്തകർ കാരുണ്യ പ്രവർത്തനം, ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടത്തിയത് എന്ന് പറഞ്ഞ ഒരു ഏകാധിപതിയല്ലേ ഇയാൾ? ഇയാൾക്ക് മനുഷ്യരോട് പെരുമാറാൻ അറിയാമോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതല്ലേ നമ്മൾ സെൽഫി എടുക്കാൻ ചെന്നപ്പോൾ തട്ടി മാറ്റുന്നത് എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ടി അണികളോട് പോലും മര്യാദയ്ക്ക് പെരുമാറാൻ അറിയാൻ പാടില്ലാത്ത ഏകാധിപതിയായ തനി ക്രൂരനായിട്ടുള്ള ഈ മനുഷ്യന് എന്ത് യോഗ്യതയാണ് നമ്മളെ 5 വർഷം കൂടി ഭരിക്കാനുള്ളത്? എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയല്ലേ ചെയ്യേണ്ടത്? ഇനി സെനൈലല്ലേ, ചിന്തിക്കാൻ പറ്റുമോ? 80-81 വയസ്സ് കഴിഞ്ഞില്ല, എന്തോ കാര്യമായ രോഗബാധിതനാണ്. അയാളുടെ ചികിത്സയ്ക്ക് മാത്രം ഏതാണ്ട് 1 കോടിയിൽ കൂടുതൽ രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. എന്താണ് രോഗം എന്നുള്ളതിനെ കുറിച്ചിട്ട് അഭ്യൂഹങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് രോഗം. ഞാൻ ചോദിക്കുന്നത്, ഈ CPM-ൻ്റെ ഏറ്റവും വലിയ ഗതികേട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എത്രയോ കഴിവുള്ള നേതാക്കന്മാർ, ഭരണ നൈപുണ്യം തെളിയിച്ചിട്ടുള്ള നേതാക്കന്മാർ, നല്ലപോലെ ഇംഗ്ലീഷ് ഒക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന നേതാക്കന്മാർ, പാർട്ടി അണികളുമായി ബന്ധമുള്ള നേതാക്കന്മാർ എത്രയോ പേരുണ്ട്. ഇനി അവരെല്ലാം മാറ്റി നിർത്തിയിട്ട് കഴിവുള്ള എന്തെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ടുവന്നു കൂടെ സുഹൃത്തുക്കളെ? 50% സ്ത്രീകളല്ലേ കേരള സമൂഹത്തിലുള്ളത്. ഞാൻ പറഞ്ഞ 6 തവണ MLA, 1 തവണ മന്ത്രി, 2 തവണ മുഖ്യമന്ത്രി, 18 വർഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി. ഇതെന്താണ് CPM എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ തറവാട്ട് വകയാണോ? പിണറായി വിജയൻ്റെ പോക്കറ്റിൽ വെക്കേണ്ട പാർട്ടിയാണോ CPM എന്ന് പറഞ്ഞ പാർട്ടി? ആലോചിച്ചു. അതുകൊണ്ട് സുവർണാവസരമാണ് ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ധർമ്മടത്ത് തന്നെ അയാൾ തോൽക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് തോൽക്കുന്നതിനൊന്നും വലിയ താമസമൊന്നും ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ പല ആളുകൾ ഇതിനു മുമ്പ് തോറ്റിട്ടുണ്ട്. 50,123 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ആണ് 2021 ജയിച്ചതെങ്കിൽ ഇപ്പോൾ 3,000-4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം ധർമ്മടത്തുള്ളത് യന്ത്രമനുഷ്യരല്ല എന്നാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് ധർമ്മടത്ത് തന്നെ പിണറായി വിജയനെ CPM-കാർ തന്നെ നേതൃത്വപരമായ പങ്ക് വഹിച്ച് തോൽപ്പിച്ച് ഒരു മാതൃക കാണിക്കണം എന്നാണ് എനിക്ക് ധർമ്മടത്തുള്ള പാർട്ടി അണികളോട് എനിക്ക് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലും കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിലും പറയാനുള്ളത്.